കോഴിക്കോട് ജില്ലയിൽ മുക്കം തേക്കുംകുറ്റിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ പാറേക്കുടി മറ്റത്തിൽ സണ്ണി സെബാസ്റ്റ്യൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുക്കം തോട്ടുമുക്കം റോഡിൽ. മുക്കത്ത് നിന്ന് 6 കിലോമീറ്റർ വരുമ്പോഴാണ് തേക്കുംകുറ്റി എന്ന സ്ഥലം. അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് തേക്കുംകുറ്റി എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ പാറേക്കുടിൽ എന്നാണ് ഇദ്ദേഹം ഈ ഭാഗത്ത് അറിയപ്പെടുന്ന വീട്ടുപേര്. സണ്ണി സെബാസ്റ്റ്യനെയും കുടുംബത്തെയുമാണ്. സണ്ണി സെബാസ്റ്റ്യൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഹായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. 9 മക്കളിൽ ആണുങ്ങളിൽ 5-ാമത്തെ ആളായിരുന്നു വെള്ളാത്തൊട്ടി മേലുകാവ് താമസിച്ചിരുന്ന ഔസേപ്പ്. ഔസേപ്പിന് 10 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ 6-ാമത്തെ മകനാണ് ദേവസ്യ. ദേവസ്യയുടെ 7 മക്കളിൽ മൂത്ത മകനാണ് സണ്ണി സെബാസ്റ്റ്യൻ. സണ്ണി സെബാസ്റ്റ്യനെയും കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. സണ്ണി ചേട്ടന് ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? തേക്കുംകുറ്റി എന്നാണ്. എത്ര കാലമായി തേക്കുംകുറ്റി വന്ന് താമസം തുടങ്ങിയിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നത് 32 വർഷമായി. 32 വർഷമായി. ഇതിനു മുമ്പ് ചാച്ചന്റെ അമ്മയുടെ കൂടെ തേക്കുംകുറ്റി തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. മാതാപിതാക്കന്മാരായിരുന്നു താമസിച്ചിരുന്നത് എവിടെയാണ്? കൂടരഞ്ഞിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് തേക്കുംകുറ്റി വന്നത്. അതിനുശേഷം തേക്കുംകുറ്റി തന്നെയാണ് സണ്ണിച്ചേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ കൂടരഞ്ഞിയിൽ തന്നെയാണ്. വിദ്യാഭ്യാസകാലഘട്ടമൊക്കെ കൂടരഞ്ഞിയിലായിരുന്നു. സണ്ണിച്ചേട്ടൻ എന്താ ജോലി? ഞാൻ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പ്രൈവറ്റിൽ വർക്ക് ചെയ്തു. പിന്നെ കുറെ ലോറി ഒക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ KSRTC-യിലായിരുന്നു. KSRTC-യിൽ 9 കൊല്ലം എംപാനലായിട്ട് വർക്ക് ചെയ്തു. പിന്നെ 12.5 കൊല്ലം സർവീസിൽ കിട്ടി. അങ്ങനെ മൊത്തം 10-21 വർഷത്തോളം KSRTC-യിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. സ്കൂൾ ബസ് 7 കൊല്ലം 8 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിലൊന്നുമില്ല. കോവിഡ് കഴിഞ്ഞ പിന്നെ ബസ്സൊക്കെ ഒഴിവാക്കി. വീട്ടിലാളില്ലാത്തത് കൊണ്ട് കുടുംബകാര്യങ്ങളൊക്കെ നോക്കി കൃഷിയും കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ചേട്ടന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് ഏലമ്മ എന്നാണ്. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? മരുതോങ്കര. കുറ്റ്യാടി മരുതോങ്കര എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കാഞ്ഞിരത്തിങ്കൽ എന്നാണ് വീട്ടുപേര്. അപ്പന്റെ അമ്മയുടെ പേര്? സെബാസ്റ്റ്യൻ. അമ്മച്ചി കത്രി. അമ്മയുടെ വീട് എവിടെയായിരുന്നു? കുളത്തോയിൽ. വീട്ടുപേര്? ഒരിക്കൽ കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 3 മക്കള്. 3 മക്കളാണുള്ളത്. മൂത്ത മോനാണ് സജിൻ. മോന്റെ പേര് എന്താണ്? സജിൻ എന്നാണ് മോന്റെ പേര്. മോൻ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 സഹോദരന്മാർ കൂടി ഉണ്ട് അല്ലേ? ഒരു സഹോദരി ഒരു സഹോദരനും. തൊട്ട് താഴെയുള്ളതാരാണ്? സഹോദരിയാണ്. പേരെന്താണ്? ജിൻസി എന്നാണ് പേര്. ജിൻസിയെ വിവാഹം ചെയ്തതല്ലേ? വിവാഹം ചെയ്തു. അതെ. ആരാണ് വിവാഹം ചെയ്തത്? റോബിനാണ് വിവാഹം ചെയ്തത്. വീട്ടുപേര്? പേടിക്കാട്ടുകുന്നേൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം? കോടഞ്ചേരി. ഇപ്പൊ കോടഞ്ചേരിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. ആ മക്കളുടെ പേര് പറയാമോ? ടാനിയ, ടിയാന, ടെറിൻ എന്നിങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതില് ഇളയ ഒരു ആളുകളുണ്ട് അല്ലെ? ആളുടെ പേരെന്താണ്? ജോബിൻ എന്നാണ് പേര്. ജോബിൻ എന്ത് ചെയ്യുന്നു? ജോബിൻ ഇപ്പോ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് പഠിച്ചിട്ടാണ് അബുദാബിക്ക് പോയത്? ബിടെക് കഴിഞ്ഞിട്ടാണ് പോയത്. ബിടെക് പഠിച്ചത് എവിടെയാണ്? ബിടെക് കഴിഞ്ഞ് ആലപ്പുഴ പുന്നപ്രയിലാണ് പഠിച്ചത്. ഏത് ബ്രാഞ്ചിലായിരുന്നു? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പഠിച്ചതിന് ശേഷമാണ് ഇപ്പൊ അബുദാബിയില് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞതാണോ? അല്ല. സണ്ണിച്ചേട്ടന്റെ മാതാപിതാക്കന്മാരുടെ പേരെന്തായിരുന്നു? ദേവസ്യ,
അപ്പന്റെ പേര് ദേവസ്യ എന്നാണ്. ദേവസ്യാണ്. അമ്മയുടെ പേര് മേരി. മേരി. രണ്ടുപേരും ജീവിച്ചിട്ടുണ്ടോ? അവർക്ക് എത്ര വയസ്സുണ്ട്? 90 വയസ്സ് വീതം. 90 വയസ്സ് വീതം രണ്ടുപേർക്കും പ്രായമുണ്ട്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? കൂടരഞ്ഞി തന്നെ. കൂടരഞ്ഞി തന്നെയായിരുന്നു. വീട്ടുപേര് മംഗലത്തിൽ. മംഗലത്തിൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കൾ. 7 മക്കളാണ്. അതിനകത്ത് ഏറ്റവും മൂത്തതാരാണ്? ഏറ്റവും മൂത്തത് ഞാനാണ്. ചേട്ടൻ തന്നെയാണ് ഏറ്റവും മൂത്തയാള്. തിരുക്കുറ്റിയിലാണ് താമസിക്കുന്നത്. ബാക്കി സഹോദരങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ആണുങ്ങള് 3 പേര് ഇവിടെ തെക്കുറ്റി തന്നെയാണ് താമസിക്കുന്നത്. അപ്പം 3 ആണുങ്ങളാണ്. 3 ആണുങ്ങള് 4 പെണ്ണുങ്ങൾ. 4 പെണ്ണുങ്ങളും ആണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്തത് സണ്ണിച്ചേട്ടനാണ്. രണ്ടാമത്തെ ആള് മേഴ്സി. മേഴ്സിയാണ്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? തോട്ടുമുക്കം. തോട്ടുമുക്കം. വീട്ടുപേര് മുണ്ടമ്പിലാക്കൽ. മുണ്ടംപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് അബ്രാഹം. അബ്രാഹം. അവർക്ക് എത്ര മക്കളുണ്ട്? അബ്രാഹം മരിച്ചുപോയി. അവർക്ക് എത്ര മക്കളുണ്ട്? 4 മക്കള്. 4 മക്കളാണ് ഉള്ളത്. 3 പെണ്ണും ഒരാണും. 3 പെണ്ണും ഒരാണും. അതിന് താഴെയുള്ള ആള് അനിയമ്മ. അനിയമ്മ. അനിയമ്മ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? നിലമ്പൂര്. ചോക്കാട് എന്ന് പറയും. ചോക്കാട് എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് തെക്കേ തെരുവിൽ. തെക്കേ തെരുവിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജെയ്സൺ. ജെയ്സൺ. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെണ്ണും. അടുത്തത് മൂന്നാമത്തെ മാത്തച്ഛൻ. മാത്യു എന്ന് വിളിക്കുന്ന മാത്തച്ഛനാണ്. അദ്ദേഹത്തിന് 2 പിള്ളേര്. തൊട്ടുമുഖത്ത് തന്നെയാണ് താമസിക്കുന്നത്. തേക്കുംകുറ്റിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബെൻസി. ബെൻസിയുടെ വീട് എവിടെയാണ്? നിലമ്പൂര് തേൾപ്പാറ. നിലമ്പൂർ തേൾപ്പാറയിലാണ്. വീട്ടുപേര് കിഴക്കേനകത്ത്. കിഴക്കേനകത്ത് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്തയാള് റോമിലാണ്. അച്ഛനാകാൻ പോയി. അച്ഛനാണ്. അച്ഛന്റെ പേര്? അച്ഛനായിട്ടില്ല. 12 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് എബിൻ. എബിൻ എന്നാണ് പേര്. പിന്നെ 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. കുർബാനയൊക്കെ ചെല്ലാറായതാണ്. ഇനിയിപ്പം എത്ര പഠിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത് താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടിട്ട് പഠിക്കുന്നതാണ്. താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത്. ഉപരിപഠനത്തിനായിട്ടാണ് പോയിരിക്കുന്നത്. ഈ ജൂലൈയിൽ വരുന്നുണ്ട്. ഒരാളും കൂടെ ഉണ്ട് അല്ലെ? ഒരാളുണ്ട്, ടോമിൻ. അവൻ ഡിഗ്രിക്ക്. അതിന് താഴെയുള്ളത് ജെസ്സി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ജെസ്സിയെ പൊന്നക്കിലേക്കാണ് വിവാഹം കഴിച്ചത്. വെള്ളാരംകുന്നേല്. വീട്ടുപേര് വെള്ളാരംകുന്നേലാണ്. പൊന്നക്കൽ എന്ന സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തത്. ഭർത്താവിന്റെ പേര് ജോണി. അവർക്ക് എത്ര മക്കളുണ്ട്? അവരിപ്പം മംഗലാപുരത്താണ് താമസിക്കുന്ന. അവർക്ക് 3 മക്കള്. അവര് 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. ആണും 1 പെണ്ണുമാണ്. അവര് നിലവിൽ മംഗലാപുരത്താണ് വെളുത്തങ്ങാടിയിലാണ് താമസിക്കുന്നത്. വെളുത്തങ്ങാടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതിന്റെ താഴെ ടെസ്സിയെ എവിടെയാ വിവാഹം ചെയ്തത്? തിരുവമ്പാടിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് പുതിയാമടത്തിൽ. ഭർത്താവിന്റെ പേര് ബെന്നി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. 2 ആൺമക്കളാണ് അവർക്ക് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാബു, ഇളയ അനിയൻ. ഏറ്റവും ഇളയ അനിയന്റെ പേര് സാബു എന്നാണ്. അവരാണ് അച്ഛന്റെ കൂട്ടത്തില് തറവാട്ടിലുള്ളത്. സാബു എന്ത് ചെയ്യുന്നു? സാബു വണ്ടി ഫീൽഡിൽ തന്നെയാണ്. ഇപ്പൊ സ്കൂൾ ബസ്സുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. 5 സ്കൂൾ ബസ് ഉണ്ട്. 5 സ്കൂൾ ബസ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഓടിക്കുന്നു. സാബുവിന്റെ ഭാര്യയുടെ പേര് ലവ്ലി എന്നാണ്. ലവ്ലിയുടെ വീട് എവിടെയാണ്? കൂടരഞ്ഞി തന്നെയാണ്. പുളിക്കക്കുന്നേൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് 3 മക്കള്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. ഒരു ചെറിയ മോനും കൂടെ ഉണ്ട്. 8 മാസം ആയതുള്ളത് ഉൾപ്പെടെ 3 മക്കളാണ് ഉള്ളത്. ഞാൻ സണ്ണിച്ചേട്ടന്റെ സഹോദരന്റെ ഡീറ്റെയിൽസ്. ചേച്ചിയുടെ നിങ്ങൾ എത്ര മക്കളായിരുന്നു? 10 പേരാണ്. ചേച്ചി എത്രാമത്തെയാണ്? 6ാമത്തെയാണ്. എത്രയാണ്? എത്ര പെണ്ണുണ്ടായിരുന്നു? 6 പെണ്ണും 4 ഏറ്റവും മൂത്തതാരായിരുന്നു? ജോസ്. ജോസ് എവിടെ താമസിക്കുന്നത്? കുണ്ടുതോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് റോസമ്മയുടെ വീട് പുല്ലൂരാമ്പാറ. വീട്ടുപേര് പുതിയാമടത്തിൽ. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പെണ്ണുങ്ങളാണ് അവർക്ക് ഉള്ളത്. അതിന്റെ താഴെയുള്ളത് ഡൊമിനിക്ക മരിച്ചുപോയി. വിവാഹം കഴിച്ചിരുന്നോ?
കഴിച്ച ഉടനെ തന്നെ രക്ഷപ്പെട്ടു. കഴിച്ച ഉടനെ തന്നെ മരിച്ചുപോയി. മൂന്നാമത്തെ ക്രിസ്ത്യാമ്മ എവിടെ വിവാഹം ചെയ്തത്? അനിക്കാമ്പൊയിൽ എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് പാപ്പച്ചി എന്നാണ് ഭർത്താവിന്റെ പേര്. അവരുടെ വീട്ടുപേര് ഒത്തിക്കൽ എന്നാണ് അവരുടെ വീട്ടുപേര്. അവർക്ക് എത്ര കുട്ടികളാണ്? രണ്ട് മക്കളാണ് ഉള്ളത്. അതിന്റെ താഴെയുള്ളത് ബേബി എവിടെയാണ് താമസിക്കുന്നത്? ചെമ്പനോട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ബേബിയുടെ ഭാര്യയുടെ പേര് പെണ്ണമ്മ എന്നാണ്. മരിച്ചുപോയി. കുട്ടികള് 3 പേര്, രണ്ടാണും ഒരു പെണ്ണും. അതിലൊരാളും മരിച്ചുപോയി. പെണ്ണമ്മയുടെ വീട്ടുപേര് എന്തായിരുന്നു? കുളങ്ങര എന്നാണ് സ്ഥലം. കുണ്ടുതോട് കുളങ്ങര കുടുംബാംഗമായിരുന്നു. അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. അടുത്തയാള് മേരി. മേരിയുടെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? കൂടരഞ്ഞിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് കുഞ്ഞ് എന്നാണ്. പോൾ എന്നാണ്, കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് തറപ്പേൽ ആണ്. കൂടരഞ്ഞി തറപ്പേൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളാണ്? 2 മക്കളാണ്. ഒരു പെണ്ണും ഒരാണും. അതിന്റെ താഴെയുള്ളയാണ് ഇളമ ചേച്ചി തന്നെയാണ്. അതിന്റെ ഇളമ ചേച്ചിയുടെ ഇളയതാരാണ്? അന്നമ്മയുടെ വിവാഹം ചെയ്തിരിക്കുന്നത് മരുതോങ്കരയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇടവക തന്നെയാണ്. വീട്ടുപേര് തടത്തിൽ. ഭർത്താവിന്റെ പേര് കുട്ടിയച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ട്? 2 ആണും 1 പെണ്ണും. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് വത്സമ്മ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? തിരുവാമ്പാടിയിലാണ്. വീട്ടുപേര് കുഴിഞ്ഞാലിൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് ബേബിച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ട്? 3. 2 പെണ്ണും ഒരാണും. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് മോളിയെ കൂടരഞ്ഞിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് കിഴക്കേക്കര. ഭർത്താവിന്റെ പേര് തങ്കച്ചൻ. 2 ടീച്ചർമാരാണ്. 2 പേരും ടീച്ചേഴ്സാണ്. യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് താമസിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് അവര് താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 1 ആണും 1 പെണ്ണും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ബാബു. കല്യാണം കഴിച്ചിട്ടില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ചേട്ടന്റെ കൂട്ടത്തിൽ ഇപ്പം അവര് തറവാട്ടിലാണ്. ഒരു ചേട്ടൻ തറവാട്ടിലുണ്ട്. അവരുടെ കൂടെ താമസിക്കുന്നത്. ഏറ്റവും ഇളയാളാണോ? ഏറ്റവും ഇളയാളാണ്. ഇതാണ് ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം മോന് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്? കൊന്ത കിട്ടും, ബൈബിൾ എഴുതും. ബൈബിൾ എഴുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈയെഴുത്ത് പ്രതി എഴുതുന്നു. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം പൂർത്തിയായി? സാമുവേൽ 2 വരെ എഴുതി പൂർത്തിയാവുന്നു. 2 വരെ എഴുതി പൂർത്തിയാവുന്നു. ബൈബിൾ എഴുതുന്നത് എന്റെ നേരെയുള്ള പെങ്ങള് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട് ബൈബിള്. അത് കണ്ടിട്ടാണ് പ്രചോദനം വന്നിട്ടാണ് കൈയെഴുത്ത് പ്രതി എഴുതണം എന്നുള്ള ആഗ്രഹത്തിൽ ബൈൻഡൊക്കെ ചെയ്ത് നല്ല ഫുള്ളായിട്ട് നമ്മള് ബൈബിളിൽ അതേപോലെ തന്നെ 2 പാർട്ടായിട്ടൊക്കെ എഴുതി നല്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടുള്ള ബന്ധപ്പെട്ട് പള്ളിയിലെ കമ്മിറ്റിക്കാരനാണ്. നിങ്ങളുടെ ഇടവക ഏതാണ്? തേക്കുംകുറ്റി ഇടവകയില് കൈക്കാരനായിരുന്നു. കൈക്കാരനല്ല, കമ്മിറ്റിക്കാരനാണ്. വാർഡ് പ്രസിഡന്റാണ്. വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയായിട്ട് അല്ലാതെയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? വിൻസെന്റ് പോളിലുണ്ട്. വിൻസെന്റ് പോളിൽ അംഗമാണ്. മാതൃസംഘത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നോ? സെക്രട്ടറി ഉണ്ടായിരുന്നു. എങ്കിലും അത് സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലേക്കായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫാമിലിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.